ഗൈസ് അതെ താമരശ്ശേരി ചുരം കയറാൻ തുടങ്ങി കേട്ടോ. നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം. നമ്മൾ സ്ഥിരം സ്പോട്ടുണ്ട് ചായ കുടിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് തന്നെയാണ്. നമ്മുടെ രണ്ട് കൂട്ടുകാർ നേരത്തെ ഇല്ലാന്ന് പറഞ്ഞില്ലേ, അവരുണ്ടോ അല്ലേ? അവർ ഓൺ ദ വേ ആണ്. നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ട്. ചെറിപ്പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മോഡറേറ്റ് സ്പോട്ടിൽ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം. ഒരു NS-ഉം മറ്റേത് ഡ്യൂക്ക് 200 ആണെന്ന് തോന്നുന്നുണ്ട്. ഓ കൊച്ചു കള്ള വണ്ടി ഓഫാക്കി മെല്ലെ ഉരുട്ടി കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. ഒച്ചയൊന്നും കേൾക്കില്ല. സങ്കടമായി. അവന് ഉരുട്ടി കൊണ്ടുപോകാനെങ്കിലും ബൂസുണ്ട്. ഞാൻ കല്യാണം പണിയെ പായായിട്ട് പഠിക്കുകയാണേ. നമുക്കെന്താ നമ്മുടെ ബൂസല്ലേ? എടാ വലിവ് പറഞ്ഞോ? ഈ ഒരു റോഡ് നേരെ തുഷാരഗിരിക്കുള്ള കേട്ടോ. 5 കിലോമീറ്റേഴ്സ് അങ്ങനെയാണ് അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ വയനാട് ഒരു 100 പ്രാവശ്യം വന്ന് പറഞ്ഞില്ല. അതിൽ ആകെ ഒരു തവണ ഞാൻ തുഷാരഗിരി പോയി കണ്ടത്. പക്ഷെ അതിനങ്ങോട്ട് എന്തോ വൈബ് എനിക്ക് ഇവിടെ തോന്നുന്നു. ഈ ഗാർഡനിൽ കൂടെ പോകുന്നു. നമുക്ക് ഈ റൈഡ് ത്രൂ വുഡ്സ് ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണ്. ഷോ ബ്രഹ്മഗിരിനെ എങ്ങനെയൊന്ന് ഓവർടേക്ക് ചെയ്യണമല്ലോ. നമ്മുടെ വ്യൂ നഷ്ടപ്പെടുത്തല്ലേ. ഇവിടെ നിർത്താമെന്നാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്ത് 2 ആൾക്കാർ എത്തിയിട്ടുണ്ട്. കുരങ്ങന്മാർ ഭയങ്കര വയലൻസ് ആട്ടോ ഇവിടെ. രാവിലെ ടീംസ് എല്ലാവരും വന്ന് ചായ കുടിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചായയിലേക്ക് എന്തോന്ന് വന്ന് വീണ്. നമുക്ക് മീൻസ് കാറ്റടിച്ചിട്ട് എങ്ങനെ വിലയോ എന്തോ വളങ്ങി വീടാക്കി. അപ്പോൾ സംഭവം അങ്ങനെയല്ല. ഒരു മരത്തിൻ്റെ മുകളിൽ ചാടി കളിച്ചിട്ട് തൊഴിഞ്ഞ് വീഴുന്നതാണ്. നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ വളവിലെങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ബാക്കി കയറുകയാണ്. ഇതൊക്കെ ഓവർടേക്ക് ചെയ്ത് എപ്പോഴാണ്? KSRTC ചേട്ടാ.
ഒരുപാട് വണ്ടി ഉള്ളതുകൊണ്ട് ഭയങ്കര അലമ്പാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതിൻ്റെയൊക്കെ മുന്നിലെത്തി കിട്ടി. അപ്പോൾ ഒരു എസ്കേപ്പിംഗ് ആണ് കേട്ടോ. അതിന് വലിയ വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള എല്ലാ വണ്ടികളും അതിൻ്റെ ബാക്കിൽ തന്നെ അങ്ങനെ കളിക്കും. കയറി കിട്ടിയില്ലെങ്കിൽ കുറച്ച് ചൊറയാം. അപ്പോൾ അങ്ങനെ കയറി കിട്ടി. നമ്മുടെ കൂട്ടുകാരൊക്കെ അതിൻ്റെ ബാക്കിലാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഈ ഒരു വ്യൂ കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫ്രണ്ടിലേക്ക് കയറി. ഹോപ്പ് യു എൻജോയ് ഇറ്റ്. ഓക്കെ, നിഷ്ക ഈ ആ തൊട്ട് വളവത്തെ വളവില്ലേ, അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ATM എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊരു തവണ അവിടെ പോയിട്ട് മറിഞ്ഞടിച്ച് വീണ് ബാക്കത്തെ വീല് സ്ലിപ്പായിട്ട് അങ്ങ് പോയതാണ്. MRF ടയറായിരുന്നു. ഇത് രണ്ടാമത്തെ ഹെയർ പിന്നാണ് കേട്ടോ. അതവനാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു വ്യൂ ഉണ്ടില്ലേ, അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എത്തുക. ആ ഒരു സംഭവം കണ്ടില്ലേ, ഇതിനിങ്ങനെ കറങ്ങിയിട്ടാണ് അവിടത്തെ. ഇവിടുന്ന് കാണുമ്പോൾ ഒരുപാട് ദൂരമുള്ളവരുണ്ട്, പക്ഷെ കറങ്ങി 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 നമ്മൾ അവിടെ എത്തും കേട്ടോ. ശരിക്കും എങ്ങനെയാണ് വരുന്നതെന്ന് നിർത്തി നോക്കട്ടെ. എടാ ഒരു ഡൗട്ട്, നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് അതിൻ്റെ മുകളിലല്ലേ എത്തുക? ഓഹോ, അല്ല എനിക്കിപ്പോഴൊരു സംശയം, ഇതിലെ എങ്ങനെയാണ് ഇപ്പം നമ്മളൊരു ഗടിയും കൂടി ഇല്ലേ അവിടെ പോയി? വരുന്നുണ്ട്, എടുത്തോ അല്ലേ. കോട വരാൻ തുടങ്ങിയല്ലോ, നീ പൊളിക്കും. ഞാൻ മാത്രമുള്ള റോഡ് കേട്ടോ. മുന്നിലോ ബാക്കിലോ എവിടെയോ ഒന്ന് ബ്ലോക്ക് ഉണ്ട്, രണ്ട് സൈഡിലും ബ്ലോക്ക് ഉണ്ട് തോന്നുന്നുണ്ട്. ബാക്കിൽ നമ്മൾ കണ്ടാൽ വലിയ വണ്ടി വരുന്നുണ്ട്, ഫ്രണ്ടിലും അതേപോലെ അതൊരു ബസ് അവിടെ കിടന്ന് തുറന്ന് കളിക്കുന്നുണ്ട്. അതാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു സൈഡിലൊക്കെ ഫുള്ളും ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടിയത്. ഏതായാലും കൊള്ളാം. നമ്മുടെ ഒരു ചായ കൂടി കഴിഞ്ഞു കിട്ടും. നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടില്ലേ, ആ കൂട്ടുകാരൊക്കെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് ഒരു കാലി ചായ മാത്രം ഓർഡർ ചെയ്തു, കുടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കടി കഴിക്കണം, അത് മുകളിലെത്തിയിട്ട് കഴിക്കാമെന്നാണ് പ്ലാന്. ഓ, നല്ല ചോർന്ന തൊടുത്ത ഒരു കുരകൻ. ഈ ബ്ലോക്ക് കാരണമാണ് താഴത്തെ അവിടെ അത്രയും ഫ്രീ കണ്ടത്. ഫ്രീ ആണ്, ഫ്രീ ആണ്, ഫ്രീ ആണ്, ഫ്രീ ആണ്.
വലിയ വണ്ടികളൊക്കെ ഇറങ്ങി പോകാനുണ്ടാവും, ഇങ്ങനത്തെ വലിയ വണ്ടികൾ കയറി പോകാനും ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ രാവിലെ ആണെങ്കിലും ഇപ്പോൾ നൈറ്റ് ആണെങ്കിലും ബ്ലോക്കിനൊരു കുറവുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിൽക്കും. ഇവിടെ നിൽക്കുന്നതാണ് ബെറ്റർ. ബട്ടർഫ്ലൈയിലേക്ക് സ്വാഗതം. സമ്മതിക്കണല്ലേ? എൻ്റെ A111 ട്രാവൽസ് കുറച്ച് സൈഡ് അതങ്ങനെ എടുത്ത് പൊയ്ക്കോ വര എന്തങ്ങനെ? അയ്യോ മോനെ സീന്. അയ്യേ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? എടാ അങ്ങോട്ട് മാറിക്കടോ. സൈഡിലോരോ ബൈക്ക് കാണുമ്പോൾ പേടിയാവുക. സീനെന്നെ.
പുല്ല്. ഇപ്പം നിർത്തണോ വരുമ്പോൾ നിർത്തണോ? ഇപ്പം നിർത്തണോ വരുമ്പോൾ നിർത്തണോ നോക്കിയ. റബ്ബർ സീറ്റൊക്കെ അതൊക്കെ അടിച്ച് കീറണ. നേരം കേട്ടാ. കിട്ടിയില്ല ക്യാമറ കിട്ടിയില്ല. ഞാൻ അങ്ങനെ ചൊറിഞ്ഞു പോയി. ഒരു മനസ്സുഖം. നീ ഒന്നുകൂടി കാണിക്കണ്ട. കിട്ടിക്കുന്നു. അയ്യോ അവൻ ഇനിയും കാണിക്കാൻ പോയിരിക്കും. എടാ കിട്ടിയിട്ടുണ്ട്. അയ്യോ തലവേദനയായല്ലോ. അതാ അപ്പം തന്നെ അടിച്ച് കയറി. സൂര്യ നമസ്കാരം. ട്രാഫിക് ഇല്ലാണ്ട് ഓടിക്കാനാണ് രസം. അതുപോലത്തെ ഏതെങ്കിലും റോഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും എവിടെയെങ്കിലും പറ്റുകയാണെങ്കിൽ. ഒരു മഴയ്ക്ക് സാധ്യത ഉണ്ടോ? എങ്ങനെ? പോലീസോ? പോലീസോടെ സീനാ? ഇവിടെ നോ പാർക്കിംഗ് ആയില്ലേ? ഞാൻ അറിഞ്ഞില്ല. എന്നാല് ഓൺ ഡ്യൂക്ക് ലവറാ. ഡ്യൂക്ക് എന്താ ചിരിക്കുന്നത്? എന്നാ ഫോട്ടോ എടുത്തോണ്ടോ? ഫോട്ടോ ഒത്തില്ല. ഞാൻ നേരത്തെ ആ സ്ഥലം കാണിച്ചെന്നില്ലേ? അപ്പം നമ്മളതേ അവിടെയാണ് നിൽക്കുന്നത്. ഈ ചോരയിലൂടെയാണ് പോകുന്ന പുല്ല്. തമാശ കളിക്കല്ലേ? ഞാൻ കൊടുത്ത ചിപ്സ് ഒന്നും കണ്ടില്ലടാ. നീ ഇത് ആവശ്യമില്ലാതൊക്കെ എടുത്തോ. എൻ്റെ ഒരൊറ്റ ഫോട്ടോ ഇല്ലേ ഇത്?
KSRTC നേരെ ഇങ്ങോട്ട് ഞാൻ സൈഡോട്ട് എടുത്തിട്ട് വണ്ടി പൊളഞ്ഞ സൈഡത്തെ വഴിക്കല് ഞാൻ തീർച്ച അപ്പുറത്ത് പോയി റെക്കോർഡ് കിട്ടിയില്ല ഇങ്ങനെ വരുന്നത്